എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ഏതെല്ലാം വേഷത്തിലാണ് നമ്മുടെ മുന്നിലെത്താന്ന് ഒരു പിടുത്തവുമില്ല അല്ലേ? ഭഗവാൻ ചിലപ്പോൾ രക്ഷകനായിട്ട് വരും, ചിലപ്പോൾ വഴികാട്ടിയായിട്ട് വരും. ഏത് വഴിയിലും ഏത് രീതിയിലും വരാം അല്ലേ? നമ്മളത് കണ്ടിട്ട് നമ്മളത് മനസ്സിലാക്കണം. എന്നെ സഹായിക്കാൻ ഇന്ന് എത്തിയത് ആ കണ്ണൻ തന്നെയാണ്. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ആരുമില്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് സഹായമായിട്ട് ആരെങ്കിലുമൊക്കെ വരില്ലേ? അവരെയാണ് നമ്മൾ ഈശ്വരനായിട്ട് കാണേണ്ടത്. അങ്ങനെ ഒരു അനുഭവം ഇവിടെ എഴുതി അയച്ചിട്ടുണ്ട്. അതൊരു രസമുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം. എത്ര ആളുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ലോകത്ത് എത്ര എത്ര ആളുകളുണ്ട്. അത്രേ ആളുകൾ നടുക്കുന്ന നമുക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലരെ നമ്മുടെ മുന്നിൽ കൊണ്ടു നിർത്തുന്നത്. എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ അടുത്താണ് ഇരിക്കുന്നത് എന്ന് നമ്മളെ കാണിച്ചു തന്നെയാണ്. അങ്ങനെ ഒരു അനുഭവം എല്ലാവരും പ്രാർത്ഥനയോടെ കേൾക്കട്ടോ. ഹരേ കൃഷ്ണ. ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ പോയിരുന്നു. മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരനുഭവം പറയട്ടെ. ഞങ്ങൾ ഗുരുവായൂർ പോകുമ്പോഴൊക്കെ തൊഴുത് പ്രസാദ ഊട്ടും കഴിച്ചേ പോരാറുള്ളൂ. ഇന്നലെ പ്രസാദ ഊട്ടിന് നല്ല തിരക്കുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു, ഇന്ന് നമുക്ക് പോകുന്ന വഴിയിൽ പട്ടാമ്പിയിലെത്തി ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വിശപ്പൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, പട്ടാമ്പിയിലെത്തിയിട്ട് മതിയെന്ന് പറഞ്ഞു. പട്ടാമ്പിയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ ബസ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു. പെരിന്തൽമണ്ണയിലെത്തി കഴിച്ചാൽ പോരേന്ന് എന്നോട് ചോദിച്ചു. വിശപ്പിന്റെ വിളിയൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, എന്തായാലും വേഗം എത്താലോ എന്ന് കരുതി ഞാൻ ഓക്കെ പറഞ്ഞു. ഇനിയാണ് കണ്ണൻ ഞങ്ങളെ വേഗം ഗുരുവായൂരിൽ നിന്ന് പറഞ്ഞു വിട്ടതിന്റെ രഹസ്യം മനസ്സിലായത്. ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്നും പെരിന്തൽമണ്ണ ടിക്കറ്റ് എടുത്തപ്പോൾ അടുത്തിരുന്ന ഒരു ചേട്ടൻ ചോദിച്ചു, നിങ്ങൾക്ക് പെരിന്തൽമണ്ണ സ്റ്റാൻഡിലാണോ ഇറങ്ങേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം രാവിലെ 5 മണിക്ക് കോട്ടയത്ത് പാലായിൽ നിന്നും പോകുന്നതാണ്. എനിക്കും പെരിന്തൽമണ്ണയാണ് ഇറങ്ങേണ്ടത്. അവിടെ ഒരാളെ കാണാനുണ്ട്. ആളുടെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. പെങ്ങളുടെ ഭർത്താവാണ്. 25 വർഷം മുൻപ് കല്യാണം കഴിഞ്ഞതാണ്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവള് മരിച്ചു. ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഈ വീട്ടുകാരുമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നതുമില്ല. ഇത്രയും വർഷം കഴിഞ്ഞതുകൊണ്ട് കൃത്യമായ സ്ഥലപ്പേരൊന്നും ഓർമ്മയില്ല, വീട്ടുപേരും മറന്നു. ഇപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് പെങ്ങള് മരിച്ച സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതിനുവേണ്ടി വന്നതാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് 5-6 കിലോമീറ്റർ ദൂരമേയുള്ളൂ എന്നല്ലാതെ ഒന്നും അറിയില്ല. ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്താണ് വീടെന്ന് മാത്രം അറിയാം. ഹസ്ബൻഡ് അവിടെയുള്ള 2-3 സ്ഥലപ്പേര് പറഞ്ഞു. അതൊന്നുമല്ല, കയറ്റത്തിലുള്ള ഒരു പള്ളിയാണെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയുടെ പേര് പറഞ്ഞു. അത് കേട്ടപ്പോൾ അത് തന്നെയാണ്, അറിയുമോ എന്ന് ചോദിച്ചു. ഹസ്ബൻഡിന് പരിചയമുള്ള വീട്ടുകാരാണവർ. അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. പാലായിൽ നിന്നും വന്ന ആ ചേട്ടന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ ഭാര്യയും മക്കളും ഒക്കെ കളിയാക്കിയിരുന്നത്രേ. വെറുതെ ഇത്ര ബസ് കൂലി ചെലവാക്കി പോയിട്ട് എന്ത് കാര്യം, വീട്ടുപേരും സ്ഥലപ്പോലും പോലും അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീട്ടിൽ പോയി അവരെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് ആ ചേട്ടൻ വളരെ സന്തോഷത്തിൽ ഞങ്ങളെ വിളിച്ചിരുന്നു. ഗുരുവായൂരിൽ പോയിട്ട് എത്ര സമയം ക്യൂ നിന്നാലും പ്രസാദം ഊട്ട് കഴിക്കാതെ ഞങ്ങൾ പോരാറില്ല. ഇന്നലെ എന്താണെന്നറിയില്ല, ഞങ്ങൾ വേഗം പോകുന്നു. ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പ്രസാദ ഊട്ടിന് നിൽക്കണ്ട, വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു വിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഹരേ കൃഷ്ണ. എന്ത് പറയാനല്ലേ, എത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എവിടെയോ കിടക്കുന്ന ചേട്ടൻ, എവിടെയോ കിടക്കുന്ന ഭക്തര്, അവര് ഒന്നിച്ച് ഒരു വഴിയിൽ ഒരു ബസ്സിൽ കണ്ടുമുട്ടുന്നു. സാധാരണ ഗുരുവായൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ അവർ പ്രസാദോട്ട് കഴിച്ചിട്ടേ ഇവർ വരാറുള്ളൂ. പക്ഷേ പട്ടാമ്പിയിലെത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അവർ അവിടെ നിന്ന് കഴിക്കേണ്ട, നമുക്ക് പെരിന്തൽമണ്ണ എത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ബസ്സിൽ യാത്ര തുടരുമ്പോൾ അവിടെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഇവരുടെ സഹായത്തിനായിട്ട് ഭഗവാൻ പറഞ്ഞയച്ചതാണെന്ന് ഞാൻ വെറുതെ അല്ല പറഞ്ഞത്. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരുത്തരുണ്ടാവും വഴികാട്ടിയായിട്ട്, ഒരു സഹായിയായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ചുറ്റിലും ഉണ്ടാവും. നമ്മളതൊക്കെ കണ്ടെത്തുക, കാണുക, മനസ്സിലാക്കുക, ഭഗവാനോട് കൂടുതൽ അടുക്കുക, നല്ല രീതിയിൽ ജീവിക്കുക. നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. അത് ഞാനൊരു ഉപദേശമായിട്ട് പറയുന്നൊന്നുമല്ല. നിങ്ങൾ കുറേ ആളുകൾ കേൾക്കുമ്പോൾ ഒരാളെങ്കിലും ചിന്തിക്കുക, നല്ല രീതിയിൽ തന്നെ ജീവിക്കുക അല്ലേ, മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നും ഇല്ലാതെ എന്ന് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. അങ്ങനെ ഈ ഒരു അനുഭവം ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അയച്ചു തന്ന ചേച്ചിക്ക് വളരെ നന്ദി പറയാണ്. സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ആ യാത്രയിൽ അവരുടെ കൂടെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചു നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വേണമെങ്കിൽ വീണ്ടും ഒന്ന് കേട്ട് നോക്കുക, അപ്പം കുറച്ചുകൂടെ അതിൻ്റെ ആ ഒരു ത്രില്ല് മനസ്സിലാവും. ഹരേ കൃഷ്ണ.